എവിടെയാ ഉള്ളത്? സാർ ഞാൻ ചൂരമലയാണ്. ചൂരന്മല സ്കൂളിലോ താമസം. പേരെന്താ? ഗണേശൻ. എന്താ അവസ്ഥ അവിടെ നിങ്ങളുടെ? അവസ്ഥ നമ്മൾ വീടെല്ലാം പോയി. അതിൻ്റെ തുടക്കം മുതൽ ആൾക്കാരെല്ലാവരും സുരക്ഷിതമല്ലേ? സുരക്ഷിതമാണ്. ഇതിൻ്റെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ലൈവായിട്ട് ഞാൻ കാണുന്നൊരു വ്യക്തിയായിരുന്നു. രാത്രി മുതൽ? അന്ന് രാത്രി മുതൽ നേരം അത് ഓർമ്മിക്കണ്ട, ഇനി അത് ഓർമ്മിച്ച് മനസ്സ് വിഷമിപ്പിക്കണ്ട. അപ്പം നമ്മൾ നിങ്ങൾക്ക് ഇനി ആവശ്യമുള്ളത് എന്താ? ആവശ്യമുള്ള വീട് പോയി, സ്ഥലവും പോയി. അപ്പോൾ സർക്കാർ ഇത് പരിഗണിക്കുന്നില്ല, നിങ്ങൾ എന്തായാലും ആ ലിസ്റ്റിനകത്ത് ഉൾപ്പെടുത്തും സ്വാഭാവികമായും. വീട് ചുരൽമലയിലാണോ? ചൂരമല സ്കൂൾ റൂട്ടിലാണ്. സ്കൂളിന്റെ റൂട്ടിൽ? സ്കൂൾ റൂട്ടിലാണ്. പക്ഷെ അവിടെ പ്രതീക്ഷയൊക്കെ ആ ഭാഗത്തെ കണ്ടല്ലേ പ്രതീക്ഷ പോയത്? ഇവിടെ താഴെ ഭാഗത്താണ്. ഞാൻ പ്രശാന്ത്. ഞാൻ താമസിക്കുന്ന ആ ലൈനിലാണ് പ്രതീക്ഷ ഉണ്ടായത്. നിങ്ങളുടെ സുഹൃത്തായിരുന്നു? ഞങ്ങളെ സുഹൃത്താണ്. ഞങ്ങളെ ഒന്നിച്ച് താമസിക്കാം. ഞങ്ങൾ HML ആ ലൈനുകളിലാണ് താമസിക്കുന്നത്. ആ മഴ കൂടിയ ആ സമയത്ത് അന്ന് വൈകുന്നേരം നല്ല മഴയായിരുന്നു. അപ്പോൾ ഞാൻ ചേട്ടൻ്റെ വീട്ടിലേക്ക് പോയി. ഒരു ചേട്ടൻ്റെ വീടും പോയി, ചേട്ടനും പോയി, ചേട്ടൻ്റെ മോനും പോയി. അങ്ങനെ ഞങ്ങൾ താമസിക്കുന്ന 10-40 കൊല്ലം എസ്റ്റേറ്റിൽ ജോലി ചെയ്തും പശുക്കളെ സംരക്ഷിച്ചതും അതിൽ നിന്ന് കിട്ടിയ എല്ലാ മുതലുകളും. എത്ര പശു ഉണ്ടായിരുന്നു? പശു 4 ഉണ്ടായി. ഇപ്പോൾ എത്ര ഉണ്ട്? ഇപ്പോൾ ഒരു പശു ഉണ്ട്. ബാക്കി ഒരു പശുവിനെ കിട്ടി. ഒരു പശുവിനെ കിട്ടി. ബാക്കിയെല്ലാം 3 പോയി. ബാക്കി ഞങ്ങളെ തൊഴുത്തുകളും പാടിയും. മിനിസ്റ്റർ പറഞ്ഞു തൊഴുത്തിന്റെ കാര്യം ചെറിയൊരു സഹായം ഉണ്ടാവും സർക്കാരിന്റെ ഭാഗത്ത്. ഞങ്ങളിപ്പോൾ നമ്മളെ HML പറഞ്ഞു വെച്ചാൽ ഞങ്ങൾ ഇത്രയും താമസിച്ച് ഞങ്ങളെല്ലാം പോയി. അവർക്കിപ്പോൾ നഷ്ടമായത് 3 പാടി പൂർണ്ണമായി പോയി. ഞങ്ങളെല്ലാം പോയി. സമ്പാദിച്ച കുട്ടികൾക്കുള്ള ആഭരണങ്ങളെല്ലാം അതിൻ്റെ ഉള്ളിൽ വെച്ച് സ്വർണ്ണമൊക്കെ എല്ലാം 6 പവൻ്റെ സ്വർണം പോയി. പൈസ 1 ലക്ഷം. മോളുണ്ടോ? ഉണ്ട്. മോളുണ്ട്. 1 ലക്ഷം റുപ്യൻ്റെ ബൈക്ക് എല്ലാം പോയി. ബൈക്കെല്ലാം പോയി. മോളുണ്ട്. 20 വയസ്സാകാനായി. അങ്ങനെ ഞങ്ങളെ നിങ്ങളെല്ലാവരും ക്യാമ്പിലുണ്ട്? ക്യാമ്പിലുണ്ട്. ഇട്ട ഡ്രസ്സായിട്ടാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ കമ്പനി ഇപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ക്യാമ്പിൽ? ഇപ്പോൾ നാളെ നമുക്ക് സ്കൂളാണല്ലോ, എന്തായാലും കുട്ടികൾക്ക് പഠിക്കാനുള്ള. ഏത് സ്കൂളാണല്ലോ? മോള് പിന്നെ മേപ്പാടി പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണമെങ്കിൽ ഇപ്പോൾ ഞങ്ങൾക്കൊരു സംവിധാനം ഉണ്ടാവണമല്ലോ. ഞങ്ങളെ കമ്പനിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഇവിടെ മേപ്പാടിയിൽ എവിടെയെങ്കിലും ഞങ്ങൾക്കൊരു 5 സെന്റ് സ്ഥലം തന്ന ഒരു വീട് പെട്ടെന്ന് നിർമ്മിച്ചിട്ട്. അങ്ങനെ എത്ര പേരുണ്ട് അവിടെ? കമ്പനി മാത്രമേ ഞങ്ങളിപ്പോൾ 250 തൊഴിലാളികളുണ്ട്. ആ തൊഴിലാളികൾ എത്ര പേര് ബാധിച്ചു? 35 പേര് പോയിട്ടുണ്ട്. 35 പേര് തൊഴിലാളികൾ മാത്രം. മിസ്സിംഗ് അല്ല, മരിച്ചുപോയി. അവരെ വീട് പോയ ആൾക്കാരുണ്ട്, ലയങ്ങളിൽ താമസിക്കുന്നവരുണ്ട്. ഇപ്പോൾ ഞങ്ങളെ MD-നോട് ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്, അവർ എത്രയും പെട്ടെന്ന് ഞങ്ങളെ പുനരധിവസിക്കുക. തീർച്ചയായിട്ടും അത് കമ്പനിയുടെ ഉത്തരവാദിത്വമാണ്. അത് കമ്പനി സർക്കാരും കമ്പനിയും എല്ലാം ഒരുമിച്ച് നിൽക്കണം. അതെ, ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇനി എന്തായാലും ചൂരൽമല പ്രദേശത്തേക്ക് ഞങ്ങളില്ല. വർഷം ഇങ്ങനെ രാത്രിയിൽ അവിടെ ഉണ്ടായിരുന്നു. രാത്രി ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പെട്ടെന്ന് രക്ഷപ്പെട്ടെന്ന് അത്ഭുതമായിട്ട്. കാരണം ഈ എന്താ പറയുക, ഭയങ്കര സൗണ്ടായിരുന്നു. ആ ശബ്ദം കേട്ട് എണീറ്റ് നിങ്ങൾ എവിടെ മാറി നിന്ന് ഏത് ഭാഗത്താണ് പോയത്? ഞങ്ങൾ ഒരു വില്ലേജ് റോഡ് അപ്പുറത്ത് ഓപ്പോസിറ്റ് ഉണ്ട്. ഞങ്ങളെ വേറൊരു ചേട്ടനുണ്ട്, അങ്ങോട്ടിലേക്ക് പെട്ടെന്ന് മാറിയതാണ്. അതുകൊണ്ട് നമ്മൾ ജീവൻ കിട്ടിയെന്ന് മാത്രമേ പറയാം. സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താം. അതേപോലെ ഹാരിസൺസിന്റെ MD-യുടെ ശ്രദ്ധയിൽ നമുക്കിത് പെടുത്താം. പ്രത്യേകിച്ച് നിങ്ങളുടെ ഈ 35 പേര് ജീവൻ നഷ്ടപ്പെട്ടു. ബാക്കി ഇനിയിപ്പോൾ എത്ര പേര് ഇതിനകത്ത് ബാധിച്ചവരുണ്ട്? കുറെ ജീവിക്കുന്നവരില്ല, ഇത് ബാധിച്ചവർ 100 ചില്ലറ ആളുകൾക്ക് ഇത് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും പേർക്കുള്ള വീടും കാര്യങ്ങളും ഒരുക്കണം. അതെ. ചേട്ടൻ ചൂരമലയായിരുന്നു. എസ്റ്റേറ്റിലായിരുന്നു. ഇപ്പോൾ ക്യാമ്പിലല്ലേ? ഇപ്പോൾ ക്യാമ്പിലാണ്. കുടുംബം എല്ലാവരും എല്ലാവരും സുരക്ഷിതരാണോ? എല്ലാം സുരക്ഷിതരാണ്. രാത്രി കയറി ഓടി മാറി? ഞങ്ങൾ മാറി. അപ്പോൾ പാടി എന്താ അവസ്ഥ? പാടി പറ്റ പോയി. മൊത്തം പോയി. മരൊക്കെ അടഞ്ഞ്. അവിടെ പോയി നോക്കിയായിരുന്നോ? പിന്നെ പോയിരുന്നു. ഡെയിലി പോകുന്നുണ്ട്. എന്താ അവസ്ഥ അവിടെ? പാടി നിന്ന സ്ഥലം മൊത്തം പോയോ അതോ പാടിക്കകത്ത് മൊത്തം ചെളിയാണ്? മൊത്തം ചെളിയാണ്. വൃത്തിയാക്കി എടുക്കാൻ പറ്റത്തില്ല. വൃത്തിയാക്കി നമുക്ക് എടുക്കണം കുറേ സമയം പിടിക്കും. താമസിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. താമസിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. വേറെ സ്ഥലം തന്നെ വേണം. വേറെ സ്ഥലം തന്നെ വേണ്ട. സ്വദേശം എവിടെയാണ്? സ്വദേശം നമ്മൾ ഇവിടെ ചൂരമല തന്നെ. ഈ ജനിച്ചപ്പോൾ മുതലേ ഇവിടെയാണോ? ഞാൻ വന്ന് കൂടിയിട്ട് 10-20 കൊല്ലത്തിന് മുകളിൽ. 20 വർഷമായിട്ട്. 20 വർഷമായി. സുഹൃത്തുക്കളൊക്കെ പോയിട്ടുണ്ടോ? എല്ലാം പോയി. സുഹൃത്തു മക്കൾ എല്ലാവരും പോയി. തിരിച്ചു വരും. ഇനി നമുക്ക് അവരെ കിട്ടിയില്ലെങ്കിൽ നമുക്കൊരു പുതിയ സുഹൃത്തുക്കളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും സംവിധാനം അല്ലേ? ബൈക്കുകൾ പോയി. എത്ര ബൈക്കുകൾ പോയി? എൻ്റെ മൊത്തം 16 ഉണ്ടായിരുന്നു. ആ 9 ഇപ്പോൾ ഉള്ളൂ. തെരഞ്ഞെടുപ്പിൽ 9. 7 കിട്ടി. 9 ബൈക്കുകൾ പോയി. മൊത്തം 16. എത്ര പാല് കിട്ടുമായിരുന്നു? ആ പാല് നമുക്ക് 30 ലിറ്റർ പാലൊക്കെ കിട്ടിയിരുന്നു. ഇപ്പം അതൊരു വലിയ ഒരു ഉപജീവന മാർഗമായിരുന്നു. എൻ്റെ ഒരു ബാലകൃഷ്ണൻ സംസാരിച്ചു. എൻ്റെ 15 ബസ്ക ഉണ്ടായിരുന്നു. ഇല്ലല്ല 15 ബസ്ക ഉണ്ടായിരുന്നു. അപ്പോൾ പ്രളയം തുടങ്ങിയപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് വരുന്ന ആൾ ഞാനാണ്. അപ്പോൾ പശുക്കളൊക്കെ അയച്ചു വിട്ടു. നായനെ ആ സമയത്ത് ശബ്ദം കേട്ടപ്പോൾ പോയിട്ട് ബൈക്കുകൾ അയച്ചു വിട്ടു. പശുക്കളൊക്കെ അയച്ച് പുറത്തേക്ക് വിട്ടു. പിറ്റേ ദിവസം പോയി നോക്കുമ്പോൾ 2 ചത്തെടുക്കുന്നുണ്ട് വെള്ളത്തിൽ. വേറെ മാർഗ്ഗമല്ല, അയച്ചു വിടാം. എത്ര 15 ബൈക്കുകൾ? 15 പശുക്കൾ ഉണ്ടായിരുന്നു. 40 ലിറ്ററോളം പാല് ഇങ്ങനെ കൊടുക്കുമായിരുന്നു നമ്മൾ. അപ്പോൾ നമ്മൾ കുറേ ദിവസമായിട്ട് കറവയില്ല, പശുക്കൾക്ക് തീറ്റല്ല. ആ ബൈക്കുകൾ ഇപ്പോൾ എവിടെയാണ് ഉള്ളത്? ബാക്കി എസ്റ്റേറ്റിൻ്റെ എത്ര ഉണ്ട്? ഇനി 13 എണ്ണമായിട്ടുണ്ട്. 13 കിട്ടിയോ?
ഒന്നും തന്നെ ജീവനോടെ ഉണ്ട്. ഇന്നലെ അതിപ്പോൾ എവിടെയാണ് ഉള്ളത് ആ പൈക്കൾ? സ്റ്റേറ്റിൽ ഇങ്ങനെ അലിഞ്ഞ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ കണ്ടുപിടിക്കണ്ടേ? കണ്ടുപിടിക്കണം, അതിനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം. കാരണം തീറ്റ കൊടുക്കാൻ പോകാൻ മാർഗമല്ല. നിങ്ങളുടെ മനസ്സ് ശരിക്കും അതും ആലോചിച്ച് ഭയങ്കര വിഷമമായിരിക്കും. പൈക്കളെ ഇങ്ങനെ കൂടെ നിർത്തിയിട്ട് പിന്നെ നമ്മളെ സുഹൃത്ത് പോയത് ഏറ്റവും വലിയ പ്രതീക്ഷൻ്റെ ആ ഒരു ഇതെല്ലാം കൂടി ആലോചിച്ച് ഈ ക്യാമ്പിൽ ഇങ്ങനെ കഴിയണം. ക്യാമ്പിൽ ഇപ്പോൾ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല? ഒരു ബുദ്ധിമുട്ടില്ല അവിടെ. ബാക്കിയെല്ലാം കാര്യവും നടക്കുന്നുണ്ട്. അത്യാവശ്യം വേണ്ടത് ഈ പശുക്കളെ ഒന്ന് പിടിച്ച് കെട്ടാൻ ഒരു സ്ഥലം വേണം, സംവിധാനം വേണം. ആ പാടിയിൽ പറ്റുമോ? ആ തൊഴുത്തിന്റെ അട്ടമല സേഫാണ്, വലിയ ഏരിയ. നിങ്ങളുടെ സ്ഥലം അട്ടമല? അട്ടമലയാണ്. അവിടെ കൊണ്ട് ഈ തൊഴുത്ത് പോയോ? ഇല്ലല്ലോ. ഇല്ല, തൊഴുത്തൊന്നും പോയി. അപ്പോൾ ഈ പോയ പൈക്കളെ അവിടെ കെട്ടണം. നിങ്ങൾക്കിപ്പം മന്ത്രി പറഞ്ഞേക്കുന്നത് 3 മാസത്തേക്കുള്ള കാലിത്തീറ്റ പൂർണ്ണമായിട്ട് സൗജന്യമായിട്ട് തരും. നമ്മുടെ അടുത്തൊന്ന് ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഉടനെ ഏർപ്പെടുത്താനുള്ള സംവിധാനം ഉണ്ടാകും.